നമസ്തേ. ഒരുപാട് ആളുകളുണ്ട്. മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ വരും, അല്ലെങ്കിൽ തല നിറച്ചും ഐഡിയാസാണ്. പക്ഷെ ഒന്നും നടപ്പാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി അഥവാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ്. ഇപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചിയെ പോലുള്ള വ്യക്തികളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പല ചിന്തകരും പറയുന്നത് അദ്ദേഹത്തിന് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൂർത്തിയാക്കാത്തതായിട്ടുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ. അപ്പോൾ ഇങ്ങനെയൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് കേൾക്കേണ്ടതായിട്ടുള്ളൂ. അതായത് ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ തലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യം പഠിക്കാൻ പോകാം, അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് പോകണം. ഇങ്ങനെ പല ചിന്തകൾ വരുന്നു. ഒന്നുമൊട്ട് നടപ്പാക്കാനായിട്ടും സാധിക്കുന്നില്ല. അതായത് ആക്ഷൻ ഇല്ല. അപ്പോൾ ഇതൊരു ദൗർബല്യമാണോ? യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, ഇതൊരു ദൗർബല്യമല്ല. കാരണം ഇത് ക്രിയേറ്റീവ് ബ്രെയിൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹൈ ഐഡിയ മൈൻഡ്സ് ആർ നാച്ചുറലി സ്കാറ്റേഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരുപാട് ആശയങ്ങളുള്ളതായിട്ടുള്ള മനസ്സ്. അപ്പോൾ ഒരേ സമയം നമ്മൾ പല ദിശകളിൽ ചിന്തിക്കുകയാണ്. ഇതൊരു പ്രശ്നമല്ല, ഇതൊരു റോ പൊട്ടൻഷ്യലാണ് എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഒരുപാട് ആശയങ്ങൾ, സാധാരണ ഈ ആശയം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി. ഈ ആശയം ഇല്ലെങ്കിൽ വേറൊന്നുമില്ല. ഈ ആശയത്തിനെ പിന്നീട് ഒരു പദ്ധതിയാക്കിയിട്ട് അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അതിന് തത്തുല്യമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. കാരണം നമ്മൾ കർമ്മത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, നമുക്കത് ചെയ്യാനും സാധിക്കണം. അപ്പോൾ ഹൈ ഐഡിയ മൈൻഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടും ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് സമയം കളയുന്നു, ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു, ഒരുപാട് പദ്ധതി ചെയ്യുന്നു. ഇനി അഥവാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ബുക്ക് എഴുതുകയാണ്, 100 പേജിൻ്റെ ബുക്കാണ്, 25 പേജ് എഴുതി സ്റ്റക്കായിപ്പോയി. 25 പേജ് എഴുതിയത് തന്നെ വളരെ നല്ല രീതിയിലാണ്. ഇനി രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ക്ലാരിറ്റി ഇല്ലാതെ ഓവർലോഡായിട്ട് ഐഡിയാസ് വരികയാണ്. അതായത് ഇങ്ങനെ പല ആശയങ്ങൾ വരുമ്പോൾ ഓരോ ആശയങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതിന് ഫുൾ ക്ലാരിറ്റി ലഭിക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മുടെ താല്പര്യവും ഈ ആശയവും തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടിവേഷൻ്റെ ലെവൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ശക്തി നമ്മളെ മുന്നോട്ട് സഞ്ചരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ ഐഡിയാസ് ഓവർലോഡ് ആകുകയാണ്. എന്ത് തുടങ്ങണം എന്ന് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? ഈ ആശയങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത്, ജേണൽ പോലെ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ വരുമ്പോൾ നമുക്ക് ആൻസൈറ്റി വരും. ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പേടി വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മറികടക്കാനും നമ്മുടെ ബ്രെയിനിനെ ഒന്ന് സഹായിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ആശയങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക് അൺലോഡ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം. ബ്രെയിനിൽ നിന്ന് നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുന്ന സമയത്ത് ഓരോ ഐഡിയാസും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, അല്ല ചിന്തിച്ച് നോക്കുക. ഏതാണ് എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ചുറ്റുപാട് കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഏതിൻ്റെയൊക്കെ റിസോഴ്സസ് ആണ് എനിക്കുള്ളത്. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 1 ഐഡിയ 1 ഫോക്കസ്. അതിൽ നിന്ന് ഒരു ഐഡിയ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരും. ചെയ്യാനുള്ള ആത്മവിശ്വാസം കുറയും, അല്ലെങ്കിൽ പകുതി ചെയ്തിട്ട് നിർത്തും. ഈ പ്രശ്നത്തിനെ മറികടക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെർഫെക്ഷൻ ട്രാപ്പിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്തതായിട്ട് പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ഐഡിയ 1 ഐഡിയ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് പെർഫെക്ഷൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ പെർഫെക്ഷൻ ട്രാപ്പ് ആക്ഷൻ തടയും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആക്കണം എന്നുള്ള തോട്ട് നമ്മുടെ ആക്ഷനെ ഡിലേ ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, അധികം ആലോചനയൊന്നുമില്ല, നമ്മൾ ഇറങ്ങുന്നു, ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ആ വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആകുകയാണ്. അത് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ നമ്മളും ചിലപ്പോൾ അങ്ങനെ ഇറങ്ങി അങ്ങ് ചെയ്യുമെന്നുള്ളതാണ്. പെർഫെക്ഷനിസ്റ്റിനെ നമുക്ക് അങ്ങനെ മറികടക്കാനായിട്ട് സാധിക്കുകയാണ്. കാരണം ഈ ഹൈ ഐഡിയ ഉള്ള ക്രിയേറ്റീവ് ജീനിയസുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പെർഫെക്റ്റ് ആക്കണം എന്നുള്ള ചിന്ത വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ പെർഫെക്റ്റ് ആക്കണം എന്നുള്ള തോട്ട് ഡിലേ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ഇംപെർഫെക്റ്റ്, അതുപോലെ തന്നെ ഇംപ്രൂവ് ലേറ്റർ. അതായത് ഇംപെർഫെക്റ്റ് ആയിട്ട് തുടങ്ങുക, പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ഇംപെർഫെക്റ്റ് ആയിട്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ട് നടത്താമെന്ന് വിചാരിച്ച് നിൽക്കരുത്. നമുക്കുള്ള അവൈലബിൾ റിസോഴ്സസ്, ഉള്ള ചുറ്റുപാട്, അതിനെ വെച്ചിട്ട് കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ എനർജിയുടെ എക്സിക്യൂഷനാണ്.
അതായത് ഈ എനർജി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആക്ഷനിലേക്ക്. അതായത് ചിന്തയിൽ പവറുണ്ട്. ഈ ചിന്തയുടെ പവറെ നമുക്ക് ഡെയിലി സ്മോൾ ആക്ഷൻ ആക്കിയിട്ട് അതിൻ്റെ ബേസിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ചിന്ത ഒരുപാട് നമുക്കുണ്ട്, അതിന് നമുക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ ഈ ചിന്തയുടെ പവറിനെ നമുക്ക് ഡെയിലി സ്മോൾ ആക്ഷൻ സിസ്റ്റമായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പം ചെയ്യാനായിട്ട് കഴിയുക, അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട്, അവൈലബിൾ ടൈം വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നോക്കുകയും അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ കംപ്ലീഷനാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഓൾറെഡി ഉള്ള ആശയത്തിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോൺഫിഡൻസ് ആവും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെറുതായിട്ടുള്ള ഒരു കവിത എഴുതണമെന്ന് വിചാരിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അത് എഴുതി ഒന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു തടസ്സം, അത് ഒരെണ്ണം എഴുതി പബ്ലിഷ് ചെയ്താൽ പിന്നെ അതിൻ്റെ ആ ഒരു ട്രാക്ക് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീഷൻ ക്രിയേറ്റ്സ് ഐഡൻറ്റിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് പൂർത്തീകരിക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡൻറ്റിറ്റിയും കൂടെ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനവും കൂടി ആയിട്ട് അത് മാറുകയാണ്. നമ്മൾ തന്നെ ഒരു സെൽഫ് റിവാർഡ് പോലെ നമുക്ക് റിവാർഡ് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഐഡിയാസ് കുറവല്ല, എക്സിക്യൂഷൻ ചെയ്യാനാണ് നമുക്ക് കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയ ജീവിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറും എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഐഡിയ എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആണ്. ആ ഐഡിയ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഒരു തവണ ഒരു കാര്യം ചെയ്ത് അതിന് ചെറിയ റിസൾട്ട് കിട്ടി, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ പാറ്റേൺ വേണം. നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതിലേക്കുള്ള ഗോൾസ് ആണെങ്കിൽ ഗോൾസ്, അല്ലെങ്കിൽ ആ കർമ്മം റിപ്പീറ്റേഷൻ ആവശ്യമുള്ള കർമ്മമാണെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹൈ ഐഡിയ മൈൻഡുള്ള ക്രിയേറ്റീവ് ജീനിയസുകൾക്ക് സമൂഹത്തിൽ ഐഡൻറ്റിറ്റിയും സ്വയം കോൺഫിഡൻസും ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിന് ഗുണം ചെയ്തുകൊണ്ട് അവരുടെ കർമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി വളരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നമസ്തേ.